കഴിഞ്ഞ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം. എന്റെ അമ്മായി, ഈ അമ്മക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് മാറുന്ന കാര്യത്തിൽ. ഇപ്പൊ അമ്മായി വന്ന് ഓരോന്ന് കുത്തിക്കൊടുത്ത് അമ്മക്ക് ഒരേ ബുദ്ധിമുട്ടായി ഞങ്ങൾ ഇവിടുന്ന് മാറുന്നത്. പിന്നെ എന്റെ അച്ഛനമ്മയെ എന്നെ നല്ലോണം കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ അവൾ ഈ വീട്ടിൽ നിന്ന് മാറി പറ്റുണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടായി പോകണമെന്നില്ല. ഞാൻ അവരുടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ അവൾ എന്തുകൊണ്ട് ഇവിടുന്ന് മാറണം, അതിനുള്ളൊരു ഉത്തരവല്ല അമ്മായിക്ക് വേണ്ടത്. അത് ഞാൻ തരാം. കുറച്ചു മുമ്പ് അമ്മായി തന്നെയല്ലേ പറഞ്ഞത് അച്ഛനമ്മമാരെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണെന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ ഉത്തരവാദിത്തം എന്റെ ഭാര്യയ്ക്കില്ലേ? അവളും ഒരു അച്ഛന്റെ അമ്മയുടെ മകളല്ലേ? അപ്പൊ ആ ഉത്തരവാദിത്തം അവൾക്കും വേണമല്ല. എന്താണ് അമ്മായി ഞാൻ ചോദിച്ചത് ഉത്തരവില്ലേ? അമ്മായിക്ക് ഉത്തരം ഉണ്ടാവില്ലെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ എന്റെ ഭാര്യ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ 100% ഹാപ്പി ആയിരിക്കുള്ളൂ. കാരണം ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, ഇതെന്റെ നാടാണ്. ഞാനിവിടെ ഓക്കെ ഇരിക്കുന്നു. പക്ഷെ എന്റെ ഭാര്യ ഇവിടെ ഓക്കെ ഇരിക്കില്ല. തിരിച്ച് ഞാനിപ്പോ അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത് അമ്മായി എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ഇരിക്കുമോ? ഇല്ല, എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടലായിരിക്കുള്ളൂ. ഞാൻ അവിടെ അനുഭവിക്കുന്ന അവസ്ഥ എന്താണോ അത് തന്നെയാണ് എന്റെ ഭാര്യ ഇപ്പൊ വീട്ടിൽ അനുഭവിക്കുന്നത്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഒരു തീരുമാനം എടുത്തത്, വിവാഹശേഷം വേറെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമെന്ന്. എല്ലാ കാര്യത്തിലും തുല്യത വേണമെന്നുള്ള പറയണോ ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പൊ ഈ ഒരു കാര്യത്തിലും തുല്യത ഇരിക്കട്ടെ ഞങ്ങളൊന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ആ പുതിയ വീട്ടിലായിരിക്കുള്ളൂ. പിന്നെ അമ്മായി എന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യത്തിലോട്ട് അമ്മായി ആവലതി പറഞ്ഞ. എന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എന്റെ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളും ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. അല്ല, ഇത്രയും ടെൻഷനും കാര്യങ്ങളും അടിച്ചു കൂടി വന്ന അമ്മായിയുടെ തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മായിയുടെ മക്കളെന്ത്? അവരെവിടെയാണ്? അവര് ഗൾഫില് നിനക്ക് അറിഞ്ഞൂടെ? അവര് ജോലി പോയതല്ലേ? ഇതെന്താണ്? അവൻ ജോലിക്ക് പോയതാണല്ലേ? അങ്ങനെയാണെങ്കിലേ അവൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ അവന്റെ ഭാര്യനെ കൊണ്ട് പോയെന്തിനാണ്? പോയിട്ട് 4-5 വർഷമല്ല, ഇത്ര നാളായിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഈ പറഞ്ഞ അമ്മായിയുടെ മോയില്ലേ അച്ഛനമ്മനെ നോക്കുന്ന ഉത്തരവാദിത്തം? അമ്മയും ചോദിക്കും അമ്മായിയുടെ അടുത്ത്, അമ്മായിയുടെ മോനിലെ ഉത്തരവാദിത്തം. എന്റെ അമ്മായി അങ്ങനെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നേരെയാക്കാൻ നോക്ക്. എന്റെ ഉത്തരവാദിത്തം അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് അമ്മായി പഠിപ്പിച്ചിട്ടുണ്ടാ എനിക്ക് മനസ്സിലാക്കാനായിട്ട്. മനസ്സിലായ? അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാ കാര്യത്തിലും തുല്യത വേണമെന്നല്ലേ പറയാറ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും വിവാഹശേഷം ഒരുമിച്ച് വേറൊരു വീട്ടിൽ താമസിക്കണമെന്നെടുത്ത തീരുമാനം ശരിയല്ലേ? നിങ്ങൾ ഇവരുടെ ഈ തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റായി രേഖപ്പെടുത്തൂ.